വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ 5ാം നാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 200-ലധികം ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ഇന്നും ഊർജിതമായ തിരച്ചിൽ നടത്തും. ദുരന്തത്തിൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞത് 338 പേർക്കാണ്. ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം ഇന്നലെ കണ്ടെത്തിയത് 16 മൃതദേഹങ്ങളാണ്. ചൂരൽമലയിൽ നിന്ന് അർജുൻ, മനോജ്, മിഥുൻ എന്നിവർ ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക് പോകുന്നു. അർജുൻ, കഴിഞ്ഞ ദിവസം നമ്മളേറെ പ്രത്യാശയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കണ്ടു നിന്ന ഒരു കാഴ്ചയുണ്ട്. 4 പേരെ കുടുങ്ങിക്കിടന്ന 4 പേരെ ഒരു വീട്ടിൽ 4 അംഗങ്ങളെ ജീവനോടുകൂടി സൈന്യം എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒരു കാഴ്ച. അത് കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇനിയും കുറേ ജീവന്റെ തുടുപ്പുകൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത്. റഡാർ സംവിധാനം അടക്കം ഉപയോഗിച്ചാണ് ജീവനോടെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ, അതായത് വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തേടിയുള്ള ഒരു തെരച്ചിലാണോ ഇന്നും നടക്കുന്നത്? ആ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ സൈന്യം മുന്നോട്ട് പോകുന്നത്? ദേവിക, കഴിഞ്ഞ ദിവസം ഈ 4 പേരെ കണ്ടെത്തിയത് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഈ ടൗൺ ഏരിയകളിലേക്ക് അധികം ഇറങ്ങാതെ അവരുടേതായ ഒരു ജീവിതത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസവും സൈന്യം എത്തിയപ്പോൾ അവർ വരാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അത്തരത്തിലാണ് പിന്നെ ഇവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഇവർ വനത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. ആ ഒരു വനത്തോട് ചേർന്നിട്ടാണ് ഇവരെ കണ്ടെത്തിയതും. ഇവരെ കാണുമ്പോൾ തന്നെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാട്ടുനായ്ക്ക വിഭാഗങ്ങൾ അടക്കമുള്ളവർ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. അവർ പുറത്തേക്ക് വരാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ഇവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. അവർ സ്വാഭാവികമായി വനത്തിൽ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ ജീവിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത്തരത്തിലാണ് നമ്മൾ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. മുണ്ടക്കൈ ഭാഗത്തടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണുവാൻ സാധിച്ചത്. മാത്രമല്ല മുണ്ടക്കൈ ഭാഗത്ത് മാത്രമല്ല പുഞ്ചിരിമട്ടം ഭാഗത്തും കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം നടക്കുന്നതായി കണ്ടു. മെനങ്ങാന്ന് വരെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരെ അടക്കം ഇത്തരത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. പുഞ്ചിരിമട്ടത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പുഞ്ചിരിമട്ടം മേഖലയിലേക്കും രക്ഷാപ്രവർത്തനം കൂടുതലായി ഊർജിതമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 സോണുകളായി തിരിഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സൈന്യമടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർഫോഴ്സ് അടക്കമുള്ളവർ അല്ലെങ്കിൽ NDRF സംഘം അടക്കമുള്ളവർ ഈ ഒരു സാഹചര്യത്തിൽ സൈന്യത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. സൈന്യത്തിന്റെ ആംബുലൻസ് അടക്കം മെഡിക്കൽ ആംബുലൻസ് അടക്കം ഇവിടേക്ക് എത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സൈന്യത്തിന്റെ എന്തൊക്കെ രീതിയിൽ സൈന്യത്തിന് സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സൈന്യം സഹായിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൈന്യത്തിന്റെ മെഡിക്കൽ ആംബുലൻസ് ഇവിടെ എത്തിയിരിക്കുന്നു. അതായത് എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ആംബുലൻസിൽ തന്നെ അവരെ കൊണ്ടുപോകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ആംബുലൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ആർമിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു മെഡിക്കൽ വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് എല്ലാവർക്കും സഹായം നൽകുന്നതിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് സഹായം നൽകുന്നതിനും ഇത്തരത്തിൽ ആർമി അടക്കമുള്ളവർ ഇവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ആർമിയുടെ രക്ഷാപ്രവർത്തനം മാത്രമല്ല ആർമി നടത്തുന്നത്, മറ്റു സേവനങ്ങളടക്കം ആർമി തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം എല്ലാ വകുപ്പുകളും ഏകോപിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ നമുക്ക് ഇന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ, വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ 5 ദിവസമായി ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മനുഷ്യജീവൻ ഇനി ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഇനി നമുക്ക് ആ ഒരു പ്രതീക്ഷ നമുക്ക് അധികം വെക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് മിലിറ്ററി വിങ്ങിലെ ഓഫീസേഴ്സ് അടക്കം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരിക്കുന്നതും. അതായത് ഇത്തരത്തിൽ എവിടെയെങ്കിലും ഈ ഒരു ജീവനോടെ ലഭിച്ചില്ലെങ്കിലും മൃതദേഹമെങ്കിലും കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നടക്കമുള്ള പരിശോധനകൾ ആരംഭിക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞ് 6 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ രീതിയിലായിരിക്കും രക്ഷാപ്രവർത്തനം നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തടക്കം വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇന്ന് നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ചൂരൽമല ഭാഗത്തും ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള
ആ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ ചൂരൽമല ഈ ഒരു സ്ഥലത്ത് ചൂരൽമല സ്കൂളിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തുകയും ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നാട്ടുകാരെല്ലാം കൂടി സൈനികരുടെ അടുത്ത് കയറുന്നു. ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.